ഇത്രയൊക്കെ പ്രായമായിട്ടും ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് എൻ്റെ ബർത്ത്ഡേ ആവാൻ വേണ്ടി. പ്രായം കൂടി പോകുന്നതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിലും സർപ്രൈസസും ഗിഫ്റ്റ്സും നമ്മളെ കുറേ പേര് ഓർക്കുന്നതും വിളിക്കുന്നതും ഒക്കെ ഓർക്കുമ്പോൾ ആ ഒരു ദിവസം എല്ലാ വർഷവും എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആണ്. എല്ലാ തവണയും ബർത്ത്ഡേക്ക് ഞാൻ വീട്ടിലാണ് ഉണ്ടാവാറുള്ളത്, പക്ഷേ ഇത്തവണ എറണാകുളത്തായിരുന്നു. പിന്നുണ്ടല്ലോ ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇതുവരെ ഉണ്ടായിട്ടുള്ള എൻ്റെ എല്ലാ ബർത്ത്ഡേസിലും എൻ്റെ അമ്മ എന്നെ എടുക്കാറുണ്ട്. വേറൊന്നിനുമല്ല, ഏത് ബർത്ത്ഡേക്കാണ് ഞാൻ പൊങ്ങാതാവുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഒറ്റ കാര്യം മാത്രം ഈ ബർത്ത്ഡേക്ക് എനിക്ക് മിസ്സായി. ബാക്കി എല്ലാം കൊണ്ടും ദേ കണ്ടില്ലേ, ഞാൻ കുറേ ഹാപ്പിയാണ്. കുറേ ഗിഫ്റ്റ്സ് എനിക്ക് കിട്ടി. അതിൽ ചിലതൊന്നും ആരാ എവിടെ നിന്ന് അയച്ചെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ആരാന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് DM ചെയ്തേക്കണേ. അത്ര ഗ്രാൻഡ് ആയിട്ടൊന്നും അല്ലെങ്കിലും ചെറുതായിട്ടാണെങ്കിലും ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതിപ്പോൾ എൻ്റെ ആണെങ്കിലും എൻ്റെ കൂടെ ഉള്ളവരുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സിലൊക്കെ സർപ്രൈസസ് കിട്ടുന്നതും കൊടുക്കുന്നതും ഒക്കെ ഒരു ഭയങ്കര ഫീൽ ആണല്ലോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. നോർമൽ ഒരു ദിവസമായിട്ട് കണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഘോഷിക്കാത്ത ആൾക്കാരും ഉണ്ട്, അതും ഓക്കെയാണ്. പക്ഷേ ഞാൻ നേരെ തിരിച്ചാ. എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒത്തിരി സന്തോഷം കിട്ടാറുണ്ട്. അതൊക്കെ കൊണ്ടാണ് എൻ്റെ പ്രൊഫഷനുമായിട്ട് ഞാൻ ഇത്രയും അറ്റാച്ച്ഡ് ആയത്. ഓരോ കേക്ക്സ് ചെയ്യുമ്പോഴും ഓരോ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് അയക്കുമ്പോഴും ഇതൊക്കെ റിസീവ് ചെയ്യുന്നവർക്കും ഇത്രയും തന്നെ സന്തോഷം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ഭയങ്കര കാറ്റും മഴയാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് എന്നെ വിളിച്ചവർക്കും വിഷ് ചെയ്തവർക്കും ഗിഫ്റ്റ് തന്നവർക്കും എല്ലാവർക്കും കുറേ താങ്ക്സ്.